ഇതിൽ ബേബിസാവേ ഇത് പറഞ്ഞതിനായിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് മലാല എന്ന് പറഞ്ഞൊരു കൊച്ചു കുഞ്ഞിനെ കാണാൻ വീട്ടിൽ പോയത് ഓർമ്മയുണ്ടോ? ഉണ്ട്. ആ മലാലയുടെ ഒരാളുടെ ഓർമ്മശക്തിയെ പരീക്ഷിക്കുകയാണ്. അത് വലിയ വാർത്തയായി വന്നിരുന്നു. ഓർമ്മയുണ്ടോ? ആ മലാലയുടെ പിതാവാണത് അജിംഷാദ്. ചോദിച്ചു. അജിംഷാദിന്റെ മോന്റെ പേരെന്താണെന്നറിയോ? മാർക്സ്. അജിംഷാദിന് ഒരുപാട് വയസ്സായി പോയോ? ഭീകരവാദികൾക്കെതിരെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന പാകിസ്ഥാൻ പെൺകുട്ടി മലാല യൂസഫ്സായിക്ക് പിന്തുണ നൽകി കൊല്ലത്തെ ദമ്പതികൾ മലാല എന്ന് പേരിട്ട പെൺകുഞ്ഞിനെ കാണാൻ സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി എത്തി. മലാലയെ കയ്യിലെടുത്ത് താലോലിക്കാനായത് ഭാഗ്യമാണെന്ന് എം എ ബേബി പറഞ്ഞു. മതനിരപേക്ഷ കാഴ്ചപ്പാടും തീവ്രവാദ വിരുദ്ധ നിലപാടും ഉറക്കെ പിടിക്കുന്ന സിപിഐഎമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയുടെ കരങ്ങളിൽ ഇന്ത്യൻ മലാലെ എത്തിപ്പെട്ടത് ഒരുപക്ഷെ നാളത്തെ ചരിത്രത്താളുകളിൽ ഇടം കണ്ടേക്കാം. എം എ ബേബിയെ തന്നെ ഏറെ നേരം ഉറ്റുനോക്കിയ മലാലെ അല്പസമയത്തിനകം സുഖമായി സുരക്ഷിതബോധത്തോടെ ഉറങ്ങി. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ പാകിസ്ഥാൻ പെൺകുട്ടി മലാലയെ അനുമോദിക്കാൻ അവസരം ലഭിച്ചില്ലെങ്കിലും അവളുടെ കരങ്ങൾക്ക് ശക്തി പകരുന്ന നമ്മുടെ കുഞ്ഞു മലാലയെ കയ്യിലെടുക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നുവെന്ന് എം എ ബേബി പറഞ്ഞു. മലാല യൂസഫ്സായിയെക്കുറിച്ച് വായിച്ചപ്പോൾ അവളെ അഭിനന്ദിക്കാൻ കഴിഞ്ഞെങ്കിലെന്നും ഒക്കെ ചിന്തിച്ചിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിൽ അത് തിരിച്ചറിയാൻ കഴിയുന്ന മാതാപിതാക്കൾ സ്വന്തം അരുമ കുഞ്ഞിന് മലാല എന്ന് പേര് നൽകിക്കൊണ്ട് പാകിസ്ഥാനിലെ മലാല മുന്നോട്ട് വെച്ച ആശയം ഏറ്റെടുക്കാൻ ലോകത്തിന്റെ നാനാകോണുകളിൽ പലരും മുന്നോട്ട് വരും എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ആ മോളെ ഇങ്ങനെ മടിയിലിരുത്താൻ കഴിഞ്ഞത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സൌഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അജിംഷാദ് നബീസ ദമ്പതികളെ മുസ്ലിം സമുദായം ഒന്നാകെ ഇപ്പോൾ അനുമോദിക്കുകയാണ്. തീവ്രവാദത്തിനെതിരെ പോരാടുന്ന മലാലയുടെ പേർ തന്നെ സ്വന്തം മകൾക്ക് നൽകിയതിന്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.